ഹായ് ഹലോ കൂട്ടുകാരെ, ഗുഡ് മോർണിംഗ്. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നുണ്ടല്ലോ അല്ലേ? ഞങ്ങളിവിടെ കുഴപ്പമൊന്നുമില്ല, സുഖമായിട്ടിരിക്കുന്നു, സന്തോഷമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വിശേഷം എന്താണെന്ന് വെച്ചാൽ, ഇന്നൊരു കല്യാണം ഉണ്ട് കേട്ടോ. എൻ്റെ ഫാമിലിയിലുള്ള ഒരു കല്യാണമാണ്. ഇവിടെ കുറച്ച് അടുത്താണ് കേട്ടോ, ഒരു 3-4 കിലോമീറ്ററേ ഉള്ളൂ കേട്ടോ അങ്ങോട്ട്. അപ്പോൾ ആ ഒരു ഫംഗ്ഷന് നമുക്ക് പോകാനുണ്ട്. പിന്നെ ഇന്നത്തെ വിശേഷം എന്താണെന്ന് പറഞ്ഞാൽ, ഇന്നൊരു പ്രത്യേകതയുള്ള ദിവസമാണ് കേട്ടോ, ഞാൻ പറയാം. അപ്പോൾ വീഡിയോ കാണുന്ന കൂട്ടുകാർ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം കേട്ടോ. അതുപോലെ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നമുക്ക് വീഡിയോയിൽ വ്യൂസ് ഉണ്ടെങ്കിൽ കൂടി ലൈക്കും കമൻറ്റും ഒക്കെ കുറവാണ് കേട്ടോ. അതുപോലെ സ്കിപ്പ് ചെയ്ത് പോകുന്നുണ്ട് ഒരുപാട് പേര്. നമ്മൾ YT സ്റ്റുഡിയോയിൽ നോക്കിയാൽ നമുക്കത് മനസ്സിലാവും കേട്ടോ. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇംപ്രഷൻ ക്ലിക്കും അതുപോലെ 2-3 കാര്യങ്ങളൊക്കെ നോക്കാനുണ്ട് കേട്ടോ. അങ്ങനെ നോക്കുന്ന ടൈമിൽ നമുക്ക് മനസ്സിലാവും അത് എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് എന്നുള്ളത്. അത് പോസിറ്റീവായ രീതിയിലാണോ അത് നെഗറ്റീവായ രീതിയിലാണോ പോകുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ സപ്പോർട്ട് ചെയ്യാൻ താല്പര്യമുള്ള കൂട്ടുകാർ സ്കിപ്പ് ചെയ്യാതെ തന്നെ വീഡിയോ കാണാൻ വേണ്ടിയിട്ടൊന്ന് ശ്രമിക്കുക കേട്ടോ. പിന്നെ പറയാനുള്ളത്, പുതുതായിട്ട് വരുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെന്നുണ്ടെങ്കിൽ 5 മിനിറ്റെങ്കിലും നമ്മൾ വീഡിയോ കണ്ടതിന് ശേഷം സബ്സ്ക്രൈബ് ചെയ്യണേ. എന്താണെന്നറിയില്ല, ഇപ്പം എൻ്റെ സബ്സ്ക്രൈബേഴ്സ് സ്പാമായി തോന്നുന്നുണ്ട് കേട്ടോ. അതിപ്പം എങ്ങനെയാണെന്ന് അറിയില്ല. വീഡിയോ ശരിക്കും കാണുന്നതിന് മുന്നേ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടാണോ എന്താ സംഭവം എന്നറിയില്ല കേട്ടോ. ഉണ്ടായിരുന്ന സബ്സ്ക്രൈബേഴ്സ് കുറയുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ 2-3 ദിവസമായിട്ട് അങ്ങനെ കാണുന്നത് കേട്ടോ. അപ്പോൾ എന്താ സംഭവം എന്നുള്ളത് അറിയില്ല. അപ്പോൾ അതുകൊണ്ട് കാണുന്ന കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് മുന്നേ 5 മിനിറ്റെങ്കിലും, പുതിയ ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ അറിയില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് അറിയുന്ന കാര്യം പറഞ്ഞു തരാണ് കേട്ടോ. അപ്പോൾ അതേ നമ്മൾ ഇന്നത്തെ വിശേഷങ്ങളിലേക്കൊക്കെ നമുക്ക് പോകാം. അപ്പോൾ ഇന്ന് രാവിലെ തൊട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ ഇത് രാവിലെ ഞങ്ങൾ ചായ കുടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം 10:30 to 11:30 വരെയാണ് മുഹൂർത്തം കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് ഞങ്ങൾ പോകാൻ വേണ്ടിയിട്ടൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ സമയം ഏകദേശം 10 മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു ടൈമിൽ ഞാൻ വീഡിയോസൊക്കെ എടുക്കാമെന്നൊക്കെ വിചാരിച്ചിട്ട് അങ്ങനെ നിൽക്കുകയായിരുന്നു. പിന്നെ ഞാൻ എപ്പോൾ വീഡിയോ എടുക്കുകയാണെങ്കിലും പുറത്തേക്കൊക്കെ പോകുന്ന ആ ഒരു ടൈമിൽ വീഡിയോ എടുക്കുകയാണെങ്കിൽ ഞാൻ മോനോടോ അല്ലെങ്കിൽ ഏട്ടനോടോ ഒക്കെ പറയുകയാണല്ലോ ചെയ്യാറുള്ളത്. അപ്പോൾ ഇന്ന് ഞാൻ വേഗം ചെറിയൊരു സ്റ്റാൻഡ് ഉണ്ട് എൻ്റെ കയ്യിൽ കേട്ടോ. അപ്പോൾ അതൊക്കെ കൊണ്ടുവന്നിട്ട് ഞാൻ തന്നെയാണ് വീഡിയോ എടുക്കുന്നത് കേട്ടോ. സാധാരണ ഷൂട്ട് ചെയ്യുന്ന പോലെ തന്നെ ഞാൻ ഈ ഒരു ഡ്രസ്സിലും അങ്ങോട്ട് എടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ അത് ഈ അപ്പൂസ് കേട്ടോ, ഈ ഷർട്ട് ഉണ്ടല്ലോ, അപ്പൂസിൻ്റെ ഷർട്ട്, ഇത് 2 ഒരുപോലെയുള്ള ഷർട്ടാണ് കേട്ടോ. ഒന്ന് ഇവിടെ സാധാരണ ഇടുന്ന ഷർട്ടാണ്, ഒന്ന് പുതിയതാണ്, മാറ്റി വെച്ചതായിരുന്നു കേട്ടോ. അപ്പോൾ അത് 2 ഏട്ടൻ വാങ്ങിച്ച സമയത്ത് ഒന്നിച്ച് അതിൽ പെട്ടതാണ് കേട്ടോ. ഏട്ടൻ നാട്ടിൽ വരുന്ന സമയത്ത് വാങ്ങിച്ചു. അങ്ങനെ 2 ഒരേ മരത്തതാണ് കേട്ടോ ഉണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഓഡിറ്റോറിയത്തിലൊക്കെ എത്തിയിട്ടോ. അപ്പോൾ അങ്ങനെ തിരക്കൊക്കെ ആയി തുടങ്ങുന്നുണ്ട്. കുറേ പേര് വരാനുണ്ട്, വന്നിട്ടുണ്ട്. അങ്ങനെ പോവാണ് കേട്ടോ. അപ്പോൾ ഇത് ഈ ഓഡിറ്റോറിയം പുതിയൊരു ഓഡിറ്റോറിയമാണ് കേട്ടോ. 3-4 കല്യാണമൊക്കെ ഇവിടെ കഴിഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ഇവിടെ വെച്ചിട്ടാണ്, ഇത് വീടിൻ്റെ അടുത്തുള്ള ഓഡിറ്റോറിയം തന്നെയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ വെച്ചിട്ട് ആക്കിയിട്ടുണ്ടായിരുന്നത്. നാട്ടിലുള്ള ഓഡിറ്റോറിയം തന്നെയാണ്. അപ്പോൾ അങ്ങനെ എൻ്റെ റിലേറ്റീവാണ് കേട്ടോ, എൻ്റെ ഫാമിലിയിലുള്ളതാണ്, എൻ്റെ അമ്മാവൻ്റെ മകൻ്റെ കുട്ടിയാണ് കേട്ടോ, ചെക്കൻ. അപ്പോൾ അങ്ങനെ കല്യാണം ഓഡിറ്റോറിയത്തിൽ എത്തി. അപ്പോൾ അങ്ങനെ കുട്ടീനെ കൊണ്ടുവരലും അതുപോലെ ചെക്കനെ കൊണ്ടുവരലും ഒക്കെ ആയിട്ട് അങ്ങനെ കല്യാണമൊക്കെ അടിച്ച് പൊളിച്ച് അങ്ങനെ നടക്കുകയാണ് കേട്ടോ. പിന്നെ ഞാൻ പറയാൻ വന്നത് എന്താണെന്ന് വെച്ചാൽ, ഇന്നത്തെ ദിവസത്തിനൊരു പ്രത്യേകത ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതെന്താണെന്ന് അറിയേണ്ടത് നിങ്ങൾക്ക്. ഇനി ഞങ്ങളെ വെഡ്ഡിങ് ആനിവേഴ്സറിയാണ് കേട്ടോ. ഏട്ടൻ എന്നെ സഹിക്കാൻ തുടങ്ങിയിട്ട് 12 വർഷമായിട്ടുണ്ട്. അപ്പോൾ അന്നും ഒരു August 18 ആയിരുന്നു കേട്ടോ. ഇന്നും ഒരു August 18 ആ ദിവസം തന്നെയാണ് കേട്ടോ കല്യാണം നടക്കുന്നത്. അപ്പോൾ വെഡ്ഡിങ് ആനിവേഴ്സറിയും കൂടിയാണ് കേട്ടോ. പിന്നെ അതായത് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ഇവിടെ വന്നിട്ട് ഫോട്ടോ എടുത്തതാണ് കേട്ടോ, വീഡിയോ എടുത്തതാണ് കേട്ടോ സ്റ്റേജ്. അപ്പോൾ സ്റ്റേജിലുള്ള പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോഴേക്കും ഉച്ചയൊക്കെ ആയിട്ടുണ്ട്. പിന്നെ അതൊക്കെ കഴിഞ്ഞു. പിന്നെ ഇവരെ ഫ്രണ്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങളെ ഫാമിലിയിലുള്ള എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ സംസാരിക്കലും കാര്യങ്ങളും ഒക്കെ ആയിട്ട് അങ്ങനെ സമയം പോയത് അറിഞ്ഞില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഇന്ന് വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നില്ല. ഇന്ന് നേരെ ഓഡിറ്റോറിയത്തേക്കാണ് കേട്ടോ പോയത്. ഞങ്ങൾ 2 ദിവസം മുന്നേ വീട്ടിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു.
അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം മനുവിനോട് ഞാൻ വീഡിയോ എടുക്കാൻ പറയാൻ കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ മുടി വെട്ടുന്നതിന് മുന്നുള്ളൊരു വീഡിയോ ശരിക്കും എടുക്കാൻ പറഞ്ഞു കേട്ടോ. അപ്പോൾ മുടി വെട്ടുന്നതിന് മുന്നേ ഞാൻ ഇങ്ങനെ എടുത്ത് വെച്ചിട്ടില്ല. അപ്പോൾ ഒരുപാട് മുടി പോയിട്ടുണ്ട്. ഇപ്പോൾ ഇത് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും തുമ്പ് വെട്ടാനായിട്ടുണ്ട് എന്നുള്ളത് കേട്ടോ. അപ്പോൾ ഞാനൊരു വീഡിയോയിൽ കമൻറ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു വെട്ടുന്ന കാര്യം. അപ്പോൾ വെട്ടുന്നതൊന്നും ആർക്കും ഇഷ്ടപ്പെട്ടിട്ടില്ല. അപ്പോൾ ഞാൻ വെട്ടുന്ന വീഡിയോ കാണിക്കുക, എല്ലാവരുടെ അഭിപ്രായങ്ങളും അറിയാൻ വേണ്ടിയിട്ട് അന്നേ ഞാൻ ആ ഒരു വീഡിയോ ഇട്ടിട്ട് പിന്നെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ അതിൻ്റെ കമൻറ്റുകൾ വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ ഒരുപാട് കൂട്ടുകാർ കമൻറ്റ് ചെയ്തിട്ടുണ്ട്. ആർക്കും അതിൽ മുടി വെട്ടുന്നതിനോട് താല്പര്യമില്ല, കുറച്ച് വെട്ടിയാൽ മതി എന്നും പറയുന്നുണ്ട് കേട്ടോ. പിന്നെ എനിക്കും വെട്ടാൻ ഇഷ്ടമുണ്ടായിട്ടല്ല കേട്ടോ ഞാൻ അങ്ങനെ ചെയ്യുന്നത്. കുറച്ചൊന്ന് നമ്മൾ എന്താ പറയുക കൊഴിഞ്ഞിട്ട് വളരെയല്ലേ, അപ്പോൾ എല്ലതും ഒരുപോലെ ആവാൻ വേണ്ടിയിട്ട് അങ്ങനെ പറഞ്ഞു എന്നേ ഉള്ളൂ കേട്ടോ. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഡ്രസ്സൊക്കെ ഒന്ന് എലുമ്പിടാൻ വേണ്ടിയിട്ട് നിൽക്കുമായിരുന്നു കേട്ടോ. ഇത് പണ്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കൊണ്ടോട്ടി സ്വയംവരയിൽ നിന്ന് വാങ്ങിയിട്ടുള്ള ഡ്രസ്സാണെന്നുള്ളതൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ഒരു ഡ്രസ്സ് എനിക്ക് ഒരുപാട് ഇഷ്ടമായപ്പോൾ ഞാനിത് എപ്പോഴും ഇടാറില്ല കേട്ടോ. എപ്പോഴെങ്കിലും ഇതിപ്പോൾ 3ാമത്തെ തവണയാണ് ഞാൻ ഇടുന്നത് കേട്ടോ. പിന്നെ അതുപോലെ ഞാനിത് മെഷീനിലിട്ട് അലക്കിയിട്ടും കാര്യങ്ങളൊന്നുമില്ല. അപ്പം അല്ലാതെ തന്നെ പിന്നെ ഞാൻ കുറച്ചതിൽ നമ്മൾ ഉജാല മുക്കില്ലേ അങ്ങനെ മുക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതും കൂടെയൊക്കെ ഒന്ന് ചെയ്തു. പിന്നെ നമ്മൾ ആഗസ്റ്റ് 15-ന് ഇട്ട സാരി അലക്കാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഞാൻ എന്താ വെച്ചാൽ അങ്ങനെ ഒന്നിച്ച് അലക്കിയിടാറില്ല കേട്ടോ. അപ്പോൾ സാരി ഒറ്റയ്ക്ക് അത് മുഴുവനായിട്ട് നിവർത്തിയിരുന്ന രീതിയിൽ അങ്ങനെ അങ്ങോട്ട് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ അതും കൂടിയൊക്കെ ഒന്ന് ഒലിമ്പിട്ട് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ചായയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ നിൽക്കുമായിരുന്നു കേട്ടോ. പിന്നെ കല്യാണമൊക്കെ കഴിഞ്ഞ് വന്നതിന് ശേഷം ഭയങ്കര ക്ഷീണവും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ അങ്ങനെ കുറച്ച് നേരം കിടക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നേ. പിന്നെ അടിച്ചു വാരലും കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മളിത് ദോശ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് രാവിലെ നമ്മൾ ചായക്ക് ദോശയാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ മാവ് ബാക്കി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് വൈകുന്നേരത്തേക്കും കൂടി ഇടാൻ കണ്ടിട്ട് അങ്ങനെയാണ് ചെയ്യാറുള്ളത്. അപ്പോൾ അങ്ങനെ അതും കൂടെ ഒന്ന് ദോശ ഉണ്ടാക്കി എടുക്കുന്നുണ്ട്. ഇത് ലാസ്റ്റത്തെ ദോശയാണ് ഇപ്പോൾ ഉണ്ടാക്കി എടുക്കുന്നത്. പിന്നെ ചട്നി ഉണ്ടാക്കണം കേട്ടോ. അപ്പോൾ ചട്നി രാവിലേക്ക് ഉണ്ടാക്കിയിട്ടുള്ള ഒരു മുറി തേങ്ങയുടെ ബാക്കി ഉണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ ഒന്ന് ഞാൻ ചമ്മന്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചട്നി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിൽക്കണം കേട്ടോ. അപ്പോഴേക്ക് ഇതേ ചായയൊക്കെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അതിൽ പൊടിയൊക്കെ കാപ്പി പൊടിയൊക്കെ ഇട്ട് കൊടുത്തോട്ട് എത്ര പൊടിയേ നമ്മൾ ഇടാറുള്ളൂ, ചുക്ക് വെള്ളത്തിൻ്റെ ഒരു കളറ് മാത്രമേ ഇടാറുള്ളൂ. അപ്പോൾ അങ്ങനെ അതും കൂടെയൊക്കെ ഒന്ന് ആയപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റി വെച്ചു. അപ്പോൾ അങ്ങനെ അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചെടുത്തിട്ട് നമ്മൾ മുളകും കടുകൊക്കെ പൊട്ടിച്ചിട്ടിട്ട് അങ്ങനെ എടുക്കുകയാണ് ചെയ്യണത് കേട്ടോ. പിന്നെ നമ്മൾ വൈകുന്നേരത്തേക്ക് ഇന്ന് ചോറൊന്നും ഉണ്ടാക്കണില്ല കേട്ടോ. ചോറ് ഉണ്ടാക്കുകയാണെങ്കിൽ ചോറും കറിയും ഉപ്പേരിയും പപ്പടവും ഒക്കെ വേണമല്ലോ. അപ്പോൾ അതുകൊണ്ട് വിചാരിച്ചു ഉപ്പുമാവ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഒരു 8 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ നമ്മൾ ഉപ്പുമാവ് ഉണ്ടാക്കിയ ആ ഒരു ടൈം ആയപ്പോൾ. അപ്പോൾ നമ്മൾ ഉപ്പുമാവും പിന്നെ അതിലേക്ക് പഴം ഇരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ അതുപോലെ പപ്പടം കാച്ചിയിട്ടുണ്ട്. പിന്നെ അപ്പൂസിനും മനുവിനും കൂടെ 2 മുട്ടയും കൂടെ ഉണ്ടാക്കി കൊടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പം അങ്ങനെ പിന്നെ ഇന്ന് ടി വിയിലൊരു പുതിയ പടം വന്നിട്ടുണ്ട്. പുതിയ പടം എന്ന് പറഞ്ഞാൽ കാണാത്തൊരു പടം, പുതിയത് അങ്ങനെ വലിയ സംഭവമായിട്ടൊന്നുമല്ല, എന്നാലും കാണാത്തൊരു പടം വരുമ്പോൾ നമ്മൾ ആകാംക്ഷയോടെ ഇരിക്കും കേട്ടോ. അപ്പം അങ്ങനെ എന്നാലും അത് മുഴുവനൊന്നും കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. മനുവിനൊരു ഓൺലൈൻ ക്ലാസ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് കാണാൻ വേണ്ടി നിൽക്കുന്ന ടൈമിൽ ടി വി ഒക്കെ ഓഫ് ചെയ്ത് വെച്ചു കേട്ടോ. അപ്പോൾ അങ്ങനെ അത്രയാണ് ഇന്നത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ ചട്നി ആയിട്ടുണ്ട്, ദോശയായിട്ടുണ്ട്. അപ്പോഴേക്ക് നമ്മൾ ചുക്ക് വെള്ളമൊക്കെ ഉണ്ടാക്കി വെക്കാനുണ്ട് കേട്ടോ. അപ്പോൾ അതും കൂടെയൊക്കെ ഒന്ന് തിളപ്പിക്കാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വെള്ളം നന്നായിട്ട് കുടിക്കുന്നുണ്ട്, ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ വെള്ളം നന്നായിട്ട് കുടിക്കാൻ. അപ്പോൾ അതും കൂടെ ഞാനൊന്ന് കുടിക്കുന്നുണ്ട് കേട്ടോ. നന്നായിട്ട് കുടിക്കാൻ ശ്രമിക്കുന്നുണ്ട്, എന്നാലും മാക്സിമം നമ്മളെ വയറല്ലേ, നമ്മൾ കണ്ടറിഞ്ഞ് വെള്ളം കുടിക്കണ്ടേ. പിന്നെ ഭക്ഷണമൊന്നും കഴിക്കാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ചട്നിയൊക്കെ റെഡിയായി. പിന്നെ അതങ്ങോട്ട് മാറ്റി വെച്ചിട്ട് അവിടെ ചുക്കുവെള്ളം വെച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ കുഞ്ഞു വിശേഷവും വീഡിയോയും ഒക്കെ ഇത്രയും ഇന്നത്തെ വിശേഷങ്ങൾ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഇന്ന് കല്യാണമൊക്കെ ആയിട്ട് അങ്ങനെ അങ്ങോട്ട് പോയി. അപ്പോൾ നാളെ നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം, പുതിയ വിശേഷങ്ങളായിട്ട് വരാം. അതുവരെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ട് സന്തോഷമായിട്ട് ഇരിക്കണേ. ഓക്കെ, ബൈ ഫ്രണ്ട്സ്, താങ്ക് യു.